എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ഒരു ശാപക്കുറി ഉപയോഗിച്ച് ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറിയ സാസുകയെ കാണിക്കും. സാസുക ഉടനെ നിന്നെ കൊണ്ടൊന്നും എന്റെ രോമത്തെ പോലും തൊടാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എന്റെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ് അതൊരിക്കലും വെറുതെ ആവില്ല. തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടെ ഇപ്പൊ അവൻ നറൂട്ടോയുടെ അടുത്തേക്ക് പാഞ്ഞടുത്തോണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ അവന്റെ നഖം നീട്ടി അലറി കരഞ്ഞുകൊണ്ട് ഇപ്പൊ സാസുകയ്ക്ക് നേരെ പാഞ്ഞു വന്ന് ഒരൊറ്റ ഇട്ടി. ആ ഒരു അട്ടിയില് അവര് രണ്ടുപേരും കറങ്ങി അടിച്ച് താഴെ വീഴും. അപ്പൊ കുട്ടപ്പൻ ഞെട്ടിയിട്ട് ഇപ്പൊ സാസുകയെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും സാസുകയുടെ പുറകില് രണ്ട് ചിറക് പോലെ ഇപ്പൊ വലിയ രണ്ട് കൈകള്. കുട്ടപ്പൻ അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോ ഇവിടെ സാസുക ആവട്ടെ അളവില് കൂടുതൽ പവർ ഉപയോഗിച്ച് അവന് ശ്വാസം കിട്ടാതെ ഇപ്പൊ വലിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ സാസുകയ്ക്ക് മനസ്സിലാവും അവൻ അളവിന് മീതെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ശാപക്കുറി ഇപ്പൊ പതിയെ പതിയെ അവന്റെ ചക്ര പവറിനെ തന്നെ ഇപ്പൊ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാനേ സാധിക്കില്ല. അതായത് അല്പനേരത്തിനുള്ളിൽ അവന്റെ പവർ എല്ലാം തന്നെ ഇപ്പൊ കുറയാൻ ആരംഭിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ചാൻസിൽ തന്നെ കുട്ടപ്പന്റെ കഥ കഴിക്കണം. നറൂട്ടോയ്ക്ക് ആണെങ്കിൽ ഇപ്പോ അവന്റെ ലെഫ്റ്റ് ആംസ് അത് അനക്കാൻ പോലും കഴിയില്ല. വേദനയിലും മരവിപ്പിലും അവൻ അങ്ങനെ തന്നെ സാസുകയെ നോക്കി നിൽക്കും. അപ്പൊ സാസുക വീണ്ടും നീ നിന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുമല്ലേ? എന്നിട്ടിപ്പോ നിനക്ക് എന്തു പറ്റി? ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വന്ന് ഫൈറ്റ് ചെയ്യ്. ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഫൈറ്റിംഗ് വാലി, അതായത് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഇടം. നീ കെയർഫുൾ ആയിട്ട് ഫൈറ്റ് ചെയ്യ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അപ്പൊ നറൂട്ടോ അവന്റെ പവർ ഡബിൾ ആക്കി. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അടുത്ത സെക്കൻഡ് തന്നെ അവൻ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും അവരുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ചെറുപ്പം മുതലേ അവർ ഒന്നിച്ചു നിന്നത്, ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്തത്, ഫുഡ് കഴിച്ചത്, വഴക്കിട്ടത്, ഒരുപാട് കാര്യത്തില് തർക്കിച്ചത്, മിഷൻസ് ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. സാസുകയ്ക്ക് ഒരിക്കലും ഒരപകടവും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ കയ്യില് റെസൻ ഗൺ പവർ എടുക്കും. സാസുക ചിത്തോരി പവർ എടുത്ത് ഇപ്പൊ കുട്ടപ്പന് നേർക്ക് നിന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി ഓടി വരും. ഇപ്പൊ ഒരു കാര്യം, നമ്മുടെ കുട്ടപ്പന്റെ ഒരു കൈ അനങ്ങില്ല. പിന്നെ എന്ത് ചെയ്യും? ആദ്യമായിട്ട് അവന്റെ ഒറ്റ കയ്യില് റെസൻ ഗൺ പവർ എടുത്ത് സാസുകയെ കാത്തു നിൽക്കും. ഇപ്പൊ രണ്ടുപേരും ഒരേ പവറിലാണ് പരസ്പരം അടിക്കാൻ പോകുന്നത്. രണ്ടുപേരും പറന്നു വന്ന് അവരുടെ രണ്ട് പവർ ഉപയോഗിച്ച് ആഞ്ഞൊരു അടി അങ്ങോട്ട് കൊടുക്കും. ആ അടിയില് രണ്ട് പവറും ചേർന്ന് ഇപ്പൊ വലിയൊരു ഗോളം തന്നെ അവിടെ ഉണ്ടായി വരും. കട്ട് ചെയ്ത കാക്കാഷി ആവട്ടെ നമ്മുടെ രണ്ടാൾക്കാരെയും തേടി ഇപ്പൊ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും രണ്ട് വലിയ പവറുകൾ തമ്മില് ഇപ്പൊ കൂട്ടിയിടിച്ചു എന്ന്. അവൻ വീണ്ടും സ്പീഡിൽ ഓടുമ്പോ ഇവിടെ ആ ഒരു വലിയ ഗോളം വെള്ളത്തിൽ വീണ് പൊട്ടി അങ്ങോട്ട് തെറിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് പ്രകാശം പുറത്തേക്ക് വരും. അപ്പൊ ആകാശത്തില് മേഘങ്ങളെല്ലാം തന്നെ വളരെ സ്പീഡില് സഞ്ചരിക്കാൻ ആരംഭിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ആ ഒരു ഗോളത്തിൽ നിന്ന് വീണ്ടും ഒരുപാട് പ്രകാശം പുറത്തേക്ക് വരും. അതിന്റെ ഉള്ളില് സാസുകയും കുട്ടപ്പനും ആവട്ടെ എയറില് അങ്ങനെ പാറി നടക്കുകയാണ്. കുട്ടപ്പൻ വീണ്ടും പഴയ ഓർമ്മയിലേക്ക് പോവും. ആദ്യമായിട്ട് അവൻ സാസുകയെ കണ്ട് കൈ കൊടുത്ത അതേ ദിവസം. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പൻ ബോധമറ്റ് എവിടെയോ കിടക്കുകയാണ്. അപ്പൊ ദൂരത്തുനിന്നായിട്ട് എന്തോ ഒരു വെളിച്ചം അവന്റെ ബോഡിയിലേക്ക് അടിക്കും. അത് നോക്കി നമ്മുടെ സാസുക ആവട്ടെ അവന്റെ തൊട്ടടുത്ത് നിൽക്കും. അപ്പൊ പതിയെ സാസുകയുടെ തലയിലെ ആ ഒരു ബാൻഡ് പതിയെ പതിയെ ഊരി ഇപ്പൊ കുട്ടപ്പന്റെ തൊട്ടടുത്ത് വീഴും. സാസുക കുട്ടപ്പന്റെ കൈ പിടിച്ച് ഞാനാണ് കുട്ടപ്പ എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വട്ടം വിളിക്കും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. സാസുക മുകളിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുമ്പോ അവന്റെ കൈക്ക് പെട്ടെന്നൊരു വേദന ഉണ്ടാവും. വേദന കടിച്ചു പിടിച്ച് അവനിപ്പോ കുട്ടപ്പന്റെ മുഖാമുഖം വരും. കട്ട് ചെയ്ത ഇവിടെ കാക്കാഷി ആവട്ടെ ഒരുപാട് ദൂരം അലഞ്ഞ് ഇപ്പോഴും സാസുകയ്ക്കും കുട്ടപ്പനും വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ മറ്റൊരു വലിയ പ്രശ്നം, ഇങ്ങനെ മഴ പെയ്തോണ്ടിരുന്ന തീർച്ചയായിട്ടും നമ്മുടെ പട്ടിക്കുട്ടിക്ക് സ്മെല്ല് ചെയ്ത് അവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. കാക്കാഷി പറയും അയ്യോ മഴ പെയ്തല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും ചോദിക്കുമ്പോ ഹക്കൂൺ ആവട്ടെ അതിന് ഹക്കൂൺ പറയും കുഴപ്പമില്ല, നമ്മൾ ഏകദേശം അവരുടെ തൊട്ടടുത്തെത്തി. അങ്ങനെ വീണ്ടും അവർ മുൻപോട്ട് നടക്കുമ്പോ തൊട്ടടുത്തായിട്ട് അവർ കുട്ടപ്പന്റെ ബോഡി കണ്ടെത്തും. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാൻഡും. പട്ടിക്കുട്ടി ആ ഒരു ബാൻഡ് സ്മെല് ചെയ്തിട്ട് സംശയിക്കണ്ട, ഇത് മറ്റാരുടേതും അല്ല, സാക്ഷാൽ സാസുകയുടേതാണെന്ന് പറയും. കുട്ടപ്പന്റെ കിടപ്പും അവസ്ഥയും കാണുമ്പോ സാസുകയ്ക്ക് മനസ്സിലാവും വലിയൊരു യുദ്ധം അതുണ്ടായിരിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടപ്പനെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അവനിപ്പോ കുട്ടപ്പനെ താങ്ങിയെടുക്കും. എന്നോട് ദയവായിട്ട് നീ ക്ഷമിക്കണം,
ഞാൻ എത്താൻ ഒരല്പം വൈകിപ്പോയെന്ന് കാക്കാഷി ആവട്ടെ ഇപ്പൊ കുട്ടപ്പനോട് സോറി പറയും. കാക്കാഷി നൈസായിട്ട് കുട്ടപ്പനെ പൊക്കിയെടുക്കുമ്പോ അവന്റെ മുറിവുകൾ കണ്ട് ഒരു നിമിഷം അവൻ ഷോക്കായി പോവും. സാസുക തീർച്ചയായിട്ടും അവന്റെ മുഴുവൻ പവറും ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പൊ കുട്ടപ്പനുമായിട്ട് ഫൈറ്റ് ഇട്ടത്. അവൻ കുട്ടപ്പന്റെ മുഖത്തേക്ക് നോക്കി, നിനക്ക് ഒരുപാട് കഴിവുള്ള ഒരു നല്ല നിഞ്ചയാണ് നീ, നിന്നെ കൊണ്ട് പറ്റുന്നതിനപ്പുറം നീ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവൻ ഒരു നിമിഷം സാസുകയെ ആലോചിക്കും. എങ്കിലും നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ കാക്കാഷി ആവട്ടെ സാസുകയെ ഓർത്ത് പല്ലിറുമും. കട്ട് ചെയ്താ ഇപ്പൊ സാസുക ആവട്ടെ അവന്റെ തകർന്ന കൈ അത് കൂട്ടിപ്പിടിച്ച് പെരുമഴയത്ത് ഇപ്പൊ പതിയെ പതിയെ മുൻപോട്ട് നടക്കാൻ തുടങ്ങും. അവൻ മെല്ലെ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിക്കാൻ തുടങ്ങും. അവന്റെ പപ്പ അവനെ സപ്പോർട്ട് ചെയ്തത്, എപ്പോഴും അവനെ ടേക്ക് കെയർ ചെയ്ത അവന്റെ അമ്മ, അവസാനമായി അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി പറഞ്ഞത്, നിനക്കും തീർച്ചയായിട്ടും എന്നെ പോലെ മങ്കിങ്കൻ ശരീങ്കം കണ്ണ് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല നിനക്ക് അത് സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ നീ കൊന്നു കളയണം. അതാണ് ഇപ്പൊ സാസുക ചെയ്തത്. അതാലോചിച്ച് ഒരുപാട് ഫീലായിട്ട് ഇപ്പൊ അവൻ വീണ്ടും മുൻപോട്ടേക്ക് നടക്കും. കട്ട് ചെയ്ത കാക്കാഷി ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ തൂക്കിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാസുക അവൻ ഫൈറ്റിംഗ് വാലിയിൽ വെച്ച് തന്നെ ഇപ്പൊ കുട്ടപ്പനെ അടിച്ച് തകർത്ത് കളഞ്ഞു. ആക്ച്വലി ഈ ഒരു വാലിയുടെ പ്രത്യേകത, രണ്ടുപേര് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവരവരുടെ ജീവിത അവസാനം വരെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് തടയാനാണ് ആ വാലിയുടെ നടുക്കിലൂടെ ഇപ്പോൾ ഒരു പുഴ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ജീവിതം പോലെ തന്നെ ലൈഫ് ലോങ് ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് കേട്ട് നമ്മുടെ കുട്ടപ്പനാവട്ടെ അവനിപ്പോ പതിയെ കണ്ണു തുറക്കും. കട്ട് ചെയ്താ ഇപ്പൊ സാസുകയാവട്ടെ വീണ്ടും കണ്ണടച്ച് അവന്റെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങള് അത് ആലോചിക്കാൻ തുടങ്ങും. അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി, നിനക്ക് ആ പവർ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊന്നു കളയണമെന്ന് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ഓർത്ത് അവനിപ്പോ ഒരുപാട് ദേഷ്യം വരും. അതിന് സാസുക ദേഷ്യപ്പെട്ടു പറയും, ഞാൻ എന്തിന് നീ പറയുന്നത് അനുസരിക്കണം? നിന്റെ സഹായം ഇല്ലാതെ തന്നെ തീർച്ചയായിട്ടും നിന്നേക്കാൾ പവർഫുള്ളായി ഞാൻ നിന്നെ തകർത്തു കളയും. ഒരിക്കലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ കലിപ്പടിച്ച് ഇപ്പൊ വീണ്ടും കാട്ടിലേക്ക് നടന്നു കയറും. ഇവിടെ കുട്ടപ്പന് അവനിപ്പോ പതിയെ പതിയെ ബോധം വരും. ആ സമയത്ത് ഹക്കുപ്പട്ടിക്കുട്ടി ആവട്ടെ ഇനി സാസുകയെ കണ്ടുപിടിക്കാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മഴ അവസാനിച്ചു, അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെന്റ് സ്മെല്ലായിരിക്കും ഇനി എനിക്ക് ലഭിക്കുക. അതുപയോഗിച്ച് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പൊ കാക്കാഷി പറയും, കുഴപ്പമില്ല, ഇപ്പൊ സാസുകയെ കഴിഞ്ഞും പ്രാധാന്യം നമ്മുടെ കുട്ടപ്പനാണ്. എത്രയും പെട്ടെന്ന് ഇവനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അവര് വളരെ സ്പീഡില് ഇപ്പൊ മുൻപോട്ട് പോകും. ആ സമയത്ത് ഒരു ചെടി പെട്ടെന്ന് അവിടെ പൊന്തി വരും. അതിന്റെ ഉള്ളിലായിട്ട് ഒരു വേതാള തലയൻ. അവൻ ഇളിച്ചിട്ട് കാര്യങ്ങളുടെ കിടപ്പ് അപ്പൊ ഇങ്ങനെയാണല്ലേ എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.